عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. ആശുറ ദിനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്, അഥവാ മുഹറം 10. അതിമഹത്തായ ഒരു ദിവസം, ദുആക്ക് ഇജാബത്തുള്ള ദിവസം, നോമ്പ് സുന്നത്തുള്ളതായ ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി, അവിടെ താമസമാക്കി. അങ്ങനെ ആദ്യത്തെ വർഷം, മദീനയിലെത്തിയ ആദ്യ വർഷം, അഥവാ മുഹറം മാസത്തിൽ, മുഹറം 10 അന്ന് യഹൂദികൾ നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് ജൂതന്മാർ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മഹാദ, ഇതെന്താ ഇന്നത്തെ നോമ്പ്? നിങ്ങൾ എന്താ ഇന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ കാരണം? ഖാലു ഹാദാ യൗമുൻ ഖദ് നജ്ജല്ലാഹു ഫീഹി മൂസ. ഇന്നത്തെ ദിവസം മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഫിറഔനിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായ ദിവസമാണ്. അതുകൊണ്ട് വനസൂമുഹു, ഞങ്ങൾ ഈ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് കൊണ്ട്, ഈ ദിനത്തിൽ രക്ഷപ്പെടുത്തിയത് കൊണ്ട്, ആ ഒരു രക്ഷക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്. അങ്ങനെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഹനു ഔലാ ബി മൂസാ മിന്നു, ഞങ്ങൾ അവരെക്കാൾ മൂസാ നബിയോട് വലിയ ബന്ധമുള്ളവരാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോമ്പ് അനുഷ്ഠിക്കുകയും മുസ്ലിം ഉമ്മത്തിനോട് അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് റമദാനിന്റെ നോമ്പ് ഫർളാക്കപ്പെട്ടതോടുകൂടി മുഹറത്തിന്റെ ആശൂറ ദിനത്തിന്റെ നോമ്പ് കർശനമായ കൽപ്പനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. നിങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളവർ അന്ന് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ അനുഷ്ഠിക്കാതിരിക്കുക എന്ന ഒരു കൽപ്പനയാണ് പിന്നീട് ഉണ്ടായത്. ഏതായാലും വലിയ മഹത്വമുള്ള നോമ്പാണ് മുഹറം 10 നോമ്പ്. അതുപോലെ കിതാബുകളിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതയായി ധാരാളം പറഞ്ഞതായി കാണാം. മൂസാ നബിയെ രക്ഷപ്പെടുത്തിയതും, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ കരക്കണഞ്ഞതും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന്, തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാരുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടതും, അങ്ങനെ ധാരാളം സംഭവങ്ങൾ കിതാബുകളിൽ കാണാം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത്, അതുപോലെ തന്നെ ഈ ദിവസത്തിൽ കുടുംബത്തിന് ഒക്കെ ഭക്ഷണത്തിൽ വിശാലത ചെയ്യലും, വസ്ത്രത്തിലും ഭക്ഷണത്തിലും പാനീയത്തിലുമെല്ലാം കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കുമെല്ലാം വിശാലത ചെയ്ത് കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി തബറാനി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. മൻ വസ്സ അലാ അയാലിഹി യൗമ ആശൂറ, ആശൂറ ദിനത്തിൽ ഒരാൾ അവന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ, ലം യസൽ ഫി സഅത്തി സായിറ സനത്തിഹി, വർഷം മുഴുവനും അവന് ഐശ്വര്യമുണ്ടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, സുയിലൻ സിയാമി യൗമി ആശൂറ, ആശൂറ ദിനത്തിലെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബല, മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതായ നോമ്പാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബിയുടെ സ്വഹാബത്ത്, അവരൊക്കെ ഈ നോമ്പിന് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു. കുട്ടികളോട് വരെ ഈ ആശൂറ ദിനത്തിലെ നോമ്പ് അവർ കർശനമായി കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അന്നഹും കാനൂ യുസവ്വിമൂന ഫീ സിബിയാനഹും,
കുട്ടികളോട് വരെ അവർ നോമ്പ് അനുഷ്ഠിപ്പിക്കാറുണ്ടായിരുന്നു. അവർ കുട്ടികളെയൊക്കെ നോമ്പ് പഠിപ്പിക്കുകയും അവർക്ക് കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവർക്ക് ഭക്ഷണത്തിനുള്ളതായ ഓർമ്മയില്ലാതാക്കി അങ്ങനെ മഗ്‌രിബാകുന്നത് വരെ അവരെ പലതിലും ശൂലാക്കി നോമ്പ് അവരെ കൊണ്ട് പൂർത്തിയാക്കുന്നതായിരുന്നു സ്വഭാവം അൻസാരികളുടെ എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ട് വളരെ അതിമഹത്തായ ദിനമാണ് ആശുറാ ദിനം. ധാരാളം പ്രാർത്ഥനകളൊക്കെ ചില ഏടുകളിൽ കാണാം. അതൊക്കെ ചൊല്ലി ദുആ ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.